സ്റ്റുഡൻസ്, വെൽക്കം ടു ലിസ്ണിംഗ്. അപ്പൊ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എന്ന ചാപ്റ്ററിലെ 3 ഇക്വേഷൻസും ഡിറൈവ് ചെയ്തു അല്ലെ. 3 ചലന സമവാക്യങ്ങളും നമ്മൾ എങ്ങനെ ഡിറൈവ് ചെയ്യാന്ന് കണ്ടു. അതുപോലെ തന്നെ അതെന്തൊക്കെയാണെന്നും പരിചയപ്പെട്ടു. ഇന്ന് നമുക്ക് ആ ഇക്വേഷൻ ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, കുറച്ച് എക്സാമ്പിൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. സോ പേജ് നമ്പർ 38 അതുപോലെ 39 ആയിട്ട് കുറച്ച് എക്സാമ്പിൾ പ്രോബ്ലംസ് ഉണ്ട്. സോ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ എക്സാമ്പിൾ question idana. The velocity of a body starting from rest is 20 meter per second in the 4th second and 40 meter per second in the 8th second. What is the distance traveled by the body between the 4th second and the 8th second? So, endogiyanu paranjirikkunnathu, the velocity of a body starting from rest is 20 meter per second in the 4th second. So, ഒരു 4 സെക്കൻഡ് ആയപ്പോൾ ഒരു ബോഡി എന്താണ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ അപ്പോ ആ ബോഡിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ യു കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ യു എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ യു ഇസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. ഏത് ടൈമിലാണ്? 4th സെക്കൻഡിൽ. സോ നമുക്ക് ഇവിടെ ടൈം വന്നിട്ടുണ്ട്. സോ T1, ആ ടൈമിന് ഞാൻ T1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. T1 എന്ന് പറയുന്നത് 4 സെക്കൻഡ്. ഓക്കെ, സോ ഇനി അടുത്ത സെന്റൻസ് എന്താ പറയുന്നത്? ആൻഡ് 40 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദ 8th സെക്കൻഡ്. സോ 8ാമത്തെ സെക്കൻഡ് ആയപ്പോൾ ആ ബോഡിയുടെ വെലോസിറ്റിക്ക് വ്യത്യാസം വന്നു. അത് 40 മീറ്റർ പെർ സെക്കൻഡ് ആയി. സോ നമുക്ക് ഇവിടെ എന്താ ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. സോ ഫൈനൽ വെലോസിറ്റി V is equal to 40 മീറ്റർ പെർ സെക്കൻഡ്. ടൈം എന്ന് പറയുന്നത് എന്താണ്? 8th സെക്കൻഡ്. ആ ടൈമിന് ഞാൻ T2 എന്ന് ഡിനോട്ട് ചെയ്യും. സോ T2 is equal to 8 സെക്കൻഡ്. നമ്മളിവിടെ ഇനി കാണാൻ പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോഡി ബിറ്റ്വീൻ ദ 4th ആൻഡ് ദ 8th സെക്കൻഡ്. സോ 4ാമത്തെയും 8ാമത്തെയും ഈ ടൈം ഇന്റർവെല്ലിൽ ആ ബോഡി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചല്ലോ. അതിൽ ഏത് ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക? നമുക്കറിയാം, 2ാമത്തെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ ആണ് അല്ലെ. സോ 2ാമത്തെ ഇക്വേഷൻ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. സോ ആ ഇക്വേഷൻ ഞാൻ എഴുതുന്നു. S is equal to ut plus half at square അല്ലെ. ഇവിടെ ഡിസ്റ്റൻസും ഉണ്ട്, അതുപോലെ ടൈമും തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. നമുക്കപ്പോ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഈ ബോഡിയുടെ ഈ 2 ടൈം ഇന്റർവെല്ലിൽ 4th സെക്കൻഡിന്റെയും 8th സെക്കൻഡിന്റെയും ഇടയിൽ ആ ബോഡി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇതിനകത്ത് വേണ്ട വാല്യൂസ് എന്തൊക്കെയാണ്? ഡാറ്റാസ് യു നമുക്കറിയാം, ടൈം നമുക്കറിയാം. ടൈം എന്ന് പറയുന്നത് ഈ 2 ടൈമിന്റെയും ഡിഫറൻസ് കണ്ടാൽ മതി അല്ലെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടൈം 4th സെക്കൻഡ് ആൻഡ് 8th സെക്കൻഡ്. സോ നമ്മുടെ ടൈം എന്തായിരിക്കും? ടൈം T is equal to T2 minus T1. അത് എത്രയാണ്? 8 minus 4. That will be 4 seconds. So നമ്മൾക്ക് ടൈം കിട്ടി. ഓക്കെ, യു നമുക്ക് തന്നിട്ടുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. യു is equal to 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ആക്സിലറേഷൻ ആയ A കണ്ടുപിടിക്കാം. അപ്പൊ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ ഫസ്റ്റ് ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ എന്താണ് ഒരു ആക്സിലറേഷൻ അല്ലേ കണ്ടെത്തിയത്. സോ അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അതിന് നമുക്ക് V മൈനസ് യു ബൈ ടി എന്ന് എഴുതാം അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന്, ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ നിന്ന് നമുക്ക് ആക്സിലറേഷൻ കണ്ടെത്തിക്കൂടെ? ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താണ്? V is equal to u plus at. ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തത്. സോ ഏത് ഇക്വേഷൻ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോ എന്തായാലും നമ്മുടെ ആക്സിലറേഷൻ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ആക്സിലറേഷൻ കണ്ടെത്താം. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ 40 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ബൈ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 4 സെക്കൻഡ് അല്ലെ. T2 മൈനസ് T1 എന്ന് പറയുന്നത് 4 സെക്കൻഡ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 20 by 4. That is equal to 5 meter per second square. Okay, so നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 5 meter per second square ആണ്. സോ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടെത്താനുള്ള എല്ലാ ഡാറ്റാസും നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഡിസ്റ്റൻസ് കണ്ടെത്താം.
ഓക്കെ. സോ എസ് ഇസ് ഈക്വൽ ടു യു എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ്. 20 ഇൻറ്റു ടൈം എത്രയാണ്? 4 സെക്കൻഡ്സ്. 4 പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ എ എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 5 ഇൻറ്റു ടി സ്ക്വയർ, ദാറ്റ് ഇസ് 4 സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു 20 ഇൻറ്റു 4 എന്ന് പറയുന്നത് 80. 80 പ്ലസ് ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 4 സ്ക്വയറിന് ഞാൻ 4 ഇൻറ്റു 4 എന്ന് എഴുതുന്നു. 4 ഇൻറ്റു 4. സോ ഈ 4ഉം ഈ 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി 2 കിട്ടുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു 80 പ്ലസ് 5 ഇൻറ്റു 2 എന്ന് പറയുന്നത് 10. 10 ഇൻറ്റു 4 40. സോ ഡിസ്റ്റൻസ് എസ് ഇസ് ഈക്വൽ ടു 80 പ്ലസ് 40 എന്ന് പറയുന്നത് 120 മീറ്റർ. അപ്പോ ഈ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ബോഡി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് 120 മീറ്റർ ബിറ്റ്വീൻ ദ ടൈം ഇന്റർവെൽ 4 സെക്കൻഡ് ആൻഡ് 8 സെക്കൻഡ്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ, 120 മീറ്റർ. ഓക്കെ, പേജ് നമ്പർ 38-ലുള്ള രണ്ടാമത്തെ എക്സാമ്പിൾ പ്രോബ്ലം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: A car came to rest when the brake was applied for 4 seconds to get a retardation of 3 meters per second square. Calculate how far the car would have traveled after applying the brake. Okay, so ഇവിടെ ബ്രേക്ക് ആണ് കാറിന് അപ്ലൈ ചെയ്തത്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം ഒന്നുകൂടെ. എ കാർ കെയിം ടു റെസ്റ്റ്, റെസ്റ്റിലേക്കാണ്, ഒരു കാറ് റെസ്റ്റിലേക്ക് പോയി. സോ ഫൈനൽ വെലോസിറ്റി എന്താണ്? ഇപ്പൊ കാറ് സഞ്ചരിക്കുന്നുണ്ടോ? ഇല്ല, അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. സോ നമുക്ക് പറയാം ഫൈനൽ വെലോസിറ്റി വി എന്ന് പറയുന്നത് 0 ആണ്. സോ വി ഈസ് ഈക്വൽ ടു 0. അത് പറയാൻ എന്താ കാരണം? എ കാർ കെയിം ടു റെസ്റ്റ് when the brake was applied for 4 seconds. So ടൈം എന്താണ്? ബ്രേക്ക് അപ്ലൈ ചെയ്ത ടൈം എന്ന് പറയുന്നത് 4 seconds. അപ്പൊ ടൈം ടി എന്ന് പറയുന്നത് ഈക്വൽ ടു 4 seconds. കാർ ഇപ്പോൾ റെസ്റ്റിലാണ്, നമ്മുടെ ടൈം നമുക്ക് തന്നിട്ടുണ്ട് 4 seconds. ബ്രേക്ക് അപ്ലൈ ചെയ്തു. To get a retardation of 3 meters per second square. റിട്ടാർഡേഷൻ എന്ന് പറയുകയാണെങ്കിൽ സ്ലോ ചെയ്യാൻ വേണ്ടി, മന്ദഗതി ആവാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മൾ കാർ സ്റ്റോപ്പ് ചെയ്യാണ്, ബ്രേക്ക് ആണ് അപ്ലൈ ചെയ്തത്. സോ ആക്സിലറേഷൻ ഇവിടെയാണ് എത്രയാണ്? 3 meters per second square ആണ്. സോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? കുറയല്ലേ ചെയ്യുന്നത് അല്ലെ. സോ ആക്സിലറേഷൻ എന്താണ്? -3 meters per second square ആണ്. ഈ കാറിന്റെ റിട്ടാർഡ് ചെയ്യാണ്, അതായത് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തത്. ഫൈനൽ വെലോസിറ്റി 0 ആയി. സോ നമ്മുടെ ആക്സിലറേഷൻ -3 meters per second square ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് how far the car would have traveled after applying the brake. സോ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ആ കാർ എത്ര ദൂരം സഞ്ചരിച്ചു എന്നതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് ആ ഡിസ്റ്റൻസ്, ആ ഡിസ്പ്ലേസ്മെന്റ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം കാർ സഞ്ചരിച്ച ദൂരം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ്, ഡാറ്റാസ് ഏതൊക്കെയാണ്? ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് എന്താ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വേണ്ടി നമുക്ക് സെക്കൻഡ് ലോ ഓഫ് മോഷന് എന്താണ്? സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. സോ സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ. ഇവിടെ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് യു, ഇനീഷ്യൽ വെലോസിറ്റി എന്താണ് ഇവിടെ തന്നിട്ടില്ല. ഓക്കെ, കാർ സ്റ്റോപ്പ് ചെയ്തു നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ യു, ഇനീഷ്യൽ വെലോസിറ്റി കാണാം. സോ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് എങ്ങനെ കാണാം? നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് വെച്ച് നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി കാണാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ, ഒന്നാം ചലന നിയമം ഉപയോഗിക്കണം. സോ ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത് v is equal to u plus at ആണ് അല്ലെ. സോ ഇതിൽ നിന്ന് നമുക്ക് യുവിന്റെ വാല്യൂ കണക്കാക്കാം. സോ v എത്രയാണ്? 0. ഓക്കെ, സോ 0 is equal to u plus a എന്ന് പറയുന്നത് എന്താണ്? -3 meters per second square. സോ -3 into ടൈം എന്ന് പറയുന്നത് 4 seconds into 4. സോ എത്രയായിരിക്കും? 0 is equal to u minus 12. That implies u is equal to 12 meter. സോ അപ്പൊ ഈ കാറിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 12 മീറ്റർ ആണ്. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. കാർ എന്താണ്? സ്റ്റോപ്പ് ആണ് ചെയ്തത്. ഓക്കെ, സോ നമുക്കിവിടെ ഇനീഷ്യൽ വെലോസിറ്റി കണ്ടു, നമുക്ക് കിട്ടി. സോ നമുക്ക് ഇനി എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കാണാം. ആ കാർ ബ്രേക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നമുക്ക് നോക്കാം.
സോ ഇക്വേഷനിൽ നമുക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു എന്ന് പറയുന്നത് 12 മീറ്റർ ആണ്. 12 ഇൻറ്റു ടൈം 4 സെക്കൻഡ്സ്, 4 പ്ലസ് ഹാഫ്, എ എന്ന് പറയുന്നത് എന്താ -3 ആണ്, ഇൻറ്റു -3 ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറയുന്നത് 4 ഇൻറ്റു 4. സോ നമുക്കിവിടെ ഈ 2ഉം 4ഉം ക്യാൻസൽ ചെയ്യാം. നമുക്കിവിടെ 2 കിട്ടും. 12 ഇൻറ്റു 4 എന്ന് പറയുന്നത് 48 പ്ലസ് -3 ഇൻറ്റു 8 അല്ലെ, 2 ഇൻറ്റു 4 8. ദാറ്റ് ഈസ് ഈക്വൽ ടു 48 മൈനസ് 24. അപ്പൊ എത്ര കിട്ടും? 24 മീറ്റർ. സോ ആ കാറ് ബ്രേക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം 24 മീറ്റർ ദൂരം സഞ്ചരിച്ചു. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ എക്സാമ്പിൾ പ്രോബ്ലത്തിന്റെ ആൻസർ. 24 മീറ്റർ ആണ് ആ കാർ സഞ്ചരിച്ച ദൂരം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ പ്രോബ്ലം നോക്കാം. സോ പേജ് നമ്പർ 39 ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ദ വെലോസിറ്റി ഓഫ് എ ട്രെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് becomes 72 km/h in 10 minutes, calculate the acceleration. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ വിത്തിൻ ദ ടൈം ഇന്റർവൽ. സോ 39th പേജിലെ ക്വസ്റ്റ്യൻ ആണിത്. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ വെലോസിറ്റി ഓഫ് എ ട്രെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്. അപ്പോൾ ട്രെയിന് എന്താണ് ഫസ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. സോ ട്രെയിന് റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആണ് അല്ലെ. സോ യു എന്ന് പറയുന്നത് 0, ട്രെയിന് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആയതുകൊണ്ട്. പിന്നെ ഫൈനൽ വെലോസിറ്റി എന്താണ്? ഇഫ് ദ വെലോസിറ്റി ഓഫ് എ ട്രെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് becomes 72 km/h. അപ്പോൾ ഫൈനൽ വെലോസിറ്റി ആയ വി എത്രയായി? 72 km/h ആയി. So V is equal to 72 km/h and in time 10 minutes. അപ്പോൾ 10 മിനിറ്റിന്റെ ഉള്ളിൽ 0 ആയിരുന്നു ആദ്യം. ഈ ട്രെയിൻ റെസ്റ്റിലായിരുന്നപ്പോൾ അതിന്റെ വെലോസിറ്റി എന്താണ്? 0 ആണ്. സോ 10 മിനിറ്റിന് ശേഷം ടൈം 10 മിനിറ്റ് ആയപ്പോൾ ഈ ട്രെയിനിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. അത് 72 km/h ആണ്. ഓക്കെ, നമുക്ക് ഇനി രണ്ട് കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ. സോ എ എന്താന്ന് നമ്മൾ കണ്ടുപിടിക്കണം. രണ്ടാമത്തേത് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ട്രെയിൻ വിത്തിൻ ദ ടൈം ഇന്റർവൽ. സോ റെസ്റ്റിൽ നിന്ന്, അതായത് 0 സെക്കൻഡിൽ നിന്ന് 10 മിനിറ്റ് വരെ ആവുമ്പോഴേക്കും ഈ ട്രെയിനിനുണ്ടായ എന്താണ് വെലോസിറ്റി നമുക്ക് തന്നു. അതുപോലെ തന്നെ എത്ര ദൂരം ആ ട്രെയിന് സഞ്ചരിച്ചു, 10 മിനിറ്റിന്റെ ഉള്ളിൽ ആ ട്രെയിൻ എത്ര ദൂരം സഞ്ചരിച്ചു എന്നതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഡിസ്റ്റൻസ് അതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ രണ്ട് ക്വസ്റ്റ്യന്റെയും ആൻസേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ അതിന് മുൻപേ തന്നെ ഇവിടുത്തെ യൂണിറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് 72 km/h ആണ്. നമ്മൾ ഇത്രയും കാലം നമുക്കറിയാം വെലോസിറ്റിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ/സെക്കൻഡ് ആണ്. ഇവിടെ തന്നത് km/h ആണ്. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ യൂണിറ്റിനെ മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കണം. ഓക്കെ, സോ നമുക്ക് യൂണിറ്റ് മാറ്റാം. അപ്പോ കിലോമീറ്ററിനെ മീറ്റർ ആക്കണം, അതുപോലെ അവറിനെ എന്താണ്? സെക്കൻഡ് ആക്കണം അല്ലെ. അപ്പോ നമുക്കറിയാം 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കിലോമീറ്റർ is equal to 1000 മീറ്റർ അല്ലെ. 1000 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 72 കിലോമീറ്റർ എത്രയായിരിക്കും? 72 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 72 into 1000 മീറ്റർ അല്ലെ. 72 into 1000 മീറ്റർ. ഓക്കെ, 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 72 കിലോമീറ്റർ എന്താണ്? 72 into 1000 മീറ്റർ. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യത്തെ കൺവേർഷൻ. അതുപോലെ അവറിനെ എന്താണ്? സെക്കൻഡിലേക്ക് ആക്കാം. നമുക്കറിയാം 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റ് ആണ് അല്ലെ. 1 hour is equal to 60 minutes. പക്ഷെ നമുക്ക് മിനിറ്റിലേക്കാണോ മാറ്റേണ്ടത്? അല്ല, സെക്കൻഡിലേക്കാണ് മാറ്റേണ്ടത്. അപ്പൊ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണ്? 60 സെക്കൻഡ് ആണ് അല്ലെ. സോ നമ്മൾ ഈ മിനിറ്റിനെ ഇനി സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 60 into 60 ആണ് 60 സെക്കൻഡ് അല്ലെ. 1 hour 60 മിനിറ്റ്. പക്ഷെ 60 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണ്? 60 സെക്കൻഡ് ആണ്. സോ നമ്മൾ അവറിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു? 60 into 60 സെക്കൻഡ് ആക്കണം. സോ 1 hour എന്ന് പറയുന്നത് ഈക്വൽ ടു 3600 സെക്കൻഡ് ആണ്. ഓക്കെ, നമുക്ക് ഇനി ഈ യൂണിറ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് വെലോസിറ്റി V, ഫൈനൽ വെലോസിറ്റി V is equal to 72 into എത്രയാണ്?
1000 divided by 3600 അല്ലെ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സ്മോളസ്റ്റ് ഫോമിലേക്ക് മാറ്റാം. 0 നമുക്ക് കട്ട് ചെയ്യാം. അതുപോലെ 72 36 എന്താണ് 12 പോകും അല്ലെ, അല്ലെങ്കിൽ 36 into 2 എന്താണ് 72 ആണ്. 2 that is v is equal to 20 meter per second ആയി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾ കിലോമീറ്റർ പെർ അവറിൽ 72 കിലോമീറ്റർ പെർ അവറിന് നമ്മൾ 20 മീറ്റർ പെർ സെക്കൻഡ് ആക്കി. എങ്ങനെയാണ് കിലോമീറ്റർ പെർ അവറിന് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയത്? കൺവേർഷനിലൂടെ അല്ലെ. 1 കിലോമീറ്റർ 1000 മീറ്റർ. സോ 72 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 72 into 1000. അതുപോലെ ഒരു അവറിനെ 60 സെക്കൻഡ്, ഒരു അവറിന്റെ സെക്കൻഡിലേക്ക് മാറ്റണം. ഒരു അവർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡ് ആണ്. ഓക്കെ, സോ ഫൈനൽ വെലോസിറ്റി v എന്ന് പറയുന്നത് എന്തായി? 20 മീറ്റർ പെർ സെക്കൻഡ് ആയി. 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി ടൈം എന്ന് പറയുന്നത് 10 മിനിറ്റ്സിലാണ് കടക്കുന്നത്. നമുക്ക് എന്താണ് ടൈമിനെ സെക്കൻഡിലേക്ക് മാറ്റണം. നമുക്കറിയാം 1 മിനിറ്റ് എത്രയാണ്? 60 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റ്സ് എത്രയായിരിക്കും? 10 into 60 അല്ലെ, that is equal to 600 second. So 10 minutes is equal to 600 second. അപ്പൊ നമുക്ക് യൂണിറ്റ് എല്ലാം നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ കിട്ടി. മീറ്റർ പെർ സെക്കൻഡ് അതുപോലെ സെക്കൻഡിലേക്ക് മാറ്റി. അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ കാണാനാണ്. സോ ആക്സിലറേഷൻ കണ്ടുപിടി. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷനെ വെച്ചിട്ട് നമുക്ക് ആക്സിലറേഷൻ കാണാം, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഇക്വേഷൻ തന്നെ എടുക്കാം. ദാറ്റ് ഇസ് a is equal to change in velocity by time അല്ലെ, v minus u by time. ഇവിടെ v എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഇസ് 20 മൈനസ് u, ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. ട്രെയിൻ റസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ u is equal to 0. ടൈം എന്ന് പറയുന്നത് 600 സെക്കൻഡ്. ഓക്കെ, സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 20 by 600. നമുക്ക് 0 ക്യാൻസൽ ചെയ്യാം. അതുപോലെ നമുക്ക് ഇനി സ്മോളസ്റ്റ് ഫോമിലേക്ക് മാറ്റാം. 2നെയും 60യെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/30. ആക്സിലറേഷൻ ആയതുകൊണ്ട് അതിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, സോ നമ്മുടെ ട്രെയിനിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1/30 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, സോ ഇത് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് when the train reached within 10 മിനിറ്റിലൂടെ 10 മിനിറ്റ് ആയപ്പോഴേക്കും ആ ട്രെയിനിന്റെ സംഭവിച്ച അല്ലെങ്കിൽ എത്ര ദൂരം ആ ട്രെയിൻ സഞ്ചരിച്ചു എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. സോ ഡിസ്റ്റൻസ് കാണാം. അതിനു വേണ്ടി ഞാൻ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ആണല്ലോ ഉപയോഗിച്ചത്. അപ്പൊ നമുക്ക് ഇനി തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ഒന്ന്, മൂന്നാം ചലന നിയമം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സോ തേർഡ് ഇക്വേഷൻ എന്താണ്? v സ്ക്വയർ മൈനസ് u സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as അല്ലെ. നമുക്ക് ഈ ഇക്വേഷനിൽ വേണ്ട ഡാറ്റാസ് എല്ലാം ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് s ആണ്. സോ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. v എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ v സ്ക്വയർ എന്ന് പറയുന്നത് 20 സ്ക്വയർ മൈനസ് u എന്ന് പറയുന്നത് 0 ആണ്. സോ 0 സ്ക്വയർ ഇസ് 0 is equal to 2 into acceleration എന്താണ്? 1/30 meter per second square. So 1/30 into s. Okay, നമുക്ക് s കാൽക്കുലേറ്റ് ചെയ്യാം. That is 20 സ്ക്വയർ നിങ്ങൾ 20 into 20 എന്ന് എഴുതുന്നു. ഇവിടെ 2/30 ആണ് കിടക്കുന്നത്. സോ അതിന് നമുക്ക് ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. സോ ഇതെന്താവും? 30 ഡിനോമിനേറ്ററിൽ കിടക്കുന്നു. സോ ന്യൂമറേറ്ററിലാവും 30/2 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു s അല്ലെ. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ദിസ് വിൽ ബി 10. ദാറ്റ് ഈസ് 2 into 3 എന്ന് പറയുന്നത് 6 ആണ്. സോ 6 into ഇവിടെ 3 പൂജ്യം ഉണ്ട്. സോ 6000 മീറ്റർ ആണ് നമ്മുടെ ഡിസ്റ്റൻസ് ട്രാവൽ. ഓക്കെ, സോ s is equal to 6000 മീറ്റർ. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ 6000 മീറ്ററിന് 6 കിലോമീറ്റർ എന്ന് എഴുതിക്കൂടെ. സോ 1 കിലോമീറ്റർ എന്താണ്? 1000 മീറ്റർ അല്ലേ. സോ s is equal to 6 കിലോമീറ്റർ. അപ്പൊ ആ ട്രെയിന് 10 മിനിറ്റ് ആയപ്പോഴേക്കും 6 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി. അതുപോലെ മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റി.
ജസ്റ്റ് കൺവേർട്ട് ചെയ്യാണ്. കിലോമീറ്ററിനെ 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ്. അതുപോലെ അവർ എന്ന് പറയുന്നത് 1 അവർ എന്ന് പറയുന്നത് 3600 സെക്കൻഡ് ആണ്. ഓക്കെ, സോ ആ കൺവേർഷൻ ഒന്ന് നോക്കുക. ബാക്കി നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ തന്നെ ഉപയോഗിച്ചു. ഫസ്റ്റ് ആക്സിലറേഷൻ കണ്ടെത്തി. ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്, v-u/t. ഇനി ഡിസ്റ്റൻസ് ട്രാവൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ തേർഡ് ഇക്വേഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചത്. v² - v² = 2as. സോ ഇതാണ് നമ്മുടെ ഈ ആൻസർ. ഈ എക്സാമിന്റെ ആൻസേഴ്സ് ഇതാണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. മാത്രമല്ല നമ്മുടെ ചാനലായ ലിസ്മി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിൽ 9th സ്റ്റാൻഡേർഡിന്റെ എല്ലാ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാ വീഡിയോസും വാച്ച് ചെയ്യുക. സോ താങ്ക് യു.